രൂക്ഷമായ എറണാകുളം കണ്ണമാലിയിൽ തീരദേശ പാത ഉപരോധിച്ച നാട്ടുകാർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിലും ടെട്രോപോഡ് സംരക്ഷണ ഭിത്തി യാഥാർത്ഥ്യമാകും വരെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. എന്തുകൊണ്ടാണ് നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുവെന്ന് വ്യക്തമാക്കാൻ ഈയൊരു വീട് മാത്രം മതി. ചെറുകടവിൽ അനു ആന്റണിയുടെ വീട് അതുൾപ്പെടെ 8 വീടുകളാണ് പ്രദേശത്ത് പൂർണ്ണമായും തകർന്നത്. കണ്ണമാലി ചെറിയകടവ് 5-ാം വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീടിന്റെ പിൻവശം ഇന്നലെ രാത്രിയിൽ തകർന്നു വീണതാണ്. കടൽക്ഷോഭത്തെ തുടർന്ന് തകർന്നു വീണതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ രൂക്ഷമായ കടൽക്ഷോഭമാണ് കണ്ണമാലി ഭാഗത്തുള്ളത്. നമുക്കറിയാം 8 കിലോമീറ്റർ ദൂരത്താണ് ഇവിടെ ടെട്രോപോഡ് നിരത്താനുള്ളത്. ടെട്രോപോഡ് നിരത്താത്ത ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ രൂക്ഷമായി കടൽ കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് അനു ആന്റണിയുടെ വീട്ടിലാണ്. വീടിനുള്ളിലെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ഈ വാതിലിനുള്ളിൽ നിന്നും തിരയടിച്ച് മണലൊക്കെ വീടിനുള്ളിലേക്ക് കയറി ഇവിടെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. വീട്ടുകാർക്ക് ഇവിടെ അങ്ങേയറ്റം ദുരിതപൂർണമായ ജീവിതമാണ്. നമ്മളോടൊപ്പം വീടിന്റെ ഉടമസ്ഥൻ അനു ആന്റണി ഉണ്ട്. അനു ആന്റണിയോട് തന്നെ നമുക്ക് ചോദിക്കാം, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്? ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പ്രായമായ അമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 3 വയസ്സുള്ള കുട്ടിയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്. ഇവരൊക്കെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഈ വീടൊന്ന് കാണും. കടൽക്ഷോഭം തുടങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞ്. ഈ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് കെട്ടിയുണ്ടാക്കിയ ഒരു അടുക്കളയാണ് ആ വീണ് കിടക്കണത്. ലക്ഷങ്ങൾ മുടക്കിയതാണ്. അതെല്ലാം കടലെടുത്ത്. അപ്പൊ ഈ കാണുന്നത് കണ്ട, ഞങ്ങളെ ടോയ്ലറ്റിൽ പോകാനും കൂടി സൗകര്യമില്ല. ഞങ്ങളെ പ്രായമായ അമ്മയും ഭാര്യയും കുട്ടികളൊക്കെ ഇവിടെ പോകും. ടോയ്ലറ്റ് സൗകര്യം കൂടി ഇല്ല. ഞങ്ങൾ ടോയ്ലറ്റിന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന ആളുകൾ, ബന്ധപ്പെട്ട അധികാരികളൊന്ന് വന്ന് ഒരു ദിവസം ഈ വീട്ടിലൊന്ന് താമസിച്ച് കാണിക്കും. ഈ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ കിടക്കാൻ പറ്റണത്? ടോയ്ലറ്റ് സൗകര്യം നോക്ക്. ഇവിടെ നമുക്ക് ഇങ്ങനെ താമസിക്കും ഒരു മനുഷ്യരല്ലേ ഞങ്ങൾ? കാലത്തൊഴുത്തി കിടക്കണല്ലോ ഇത് എന്താണ് ഞങ്ങളുടെ അവസ്ഥ? തൊഴുത്തിനേലും കഷ്ടമായി ഞങ്ങള്. എന്നിട്ട് ഇത് ബന്ധപ്പെട്ട ആരും വന്ന് കാണണ, ഒരു നല്ല വാക്ക് പറയാനും കൂടെ ആരും വന്നില്ല. ഇവിടെ ചോദിക്കും പറഞ്ഞ ഞങ്ങള് ടെട്രോപോഡിന്റെ പാസ്സാക്കിയിട്ടുണ്ട്, കല്ല് പാസ്സാക്കിയിട്ടുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ എല്ലാ കൊല്ലവും തട്ടാമുട്ടി പറഞ്ഞ് ഞങ്ങള് നിർത്തണേ. ഇപ്പോൾ ഞങ്ങൾ റോഡ് ഉപരോധിച്ചിട്ട് വന്നേന്. അപ്പോഴും പറയണത് ടെട്രോപോഡ് വരും, കല്ല് വരും, ജിയോ ബാഗ് വെക്കും. ജിയോ ബാഗ് ഒന്നും ഇവിടെ വേണ്ടെന്ന്. ജിയോ ബാഗ് വെച്ചതൊക്കെ ഇവിടെ ഒഴുകി വന്ന് കിടക്കണ്. അത് തകർത്താണ് ഈ വീട് തകർത്തത്. ഞങ്ങൾക്ക് കടൽ ഭിത്തി വേണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം വർഷങ്ങളായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇത് സാധിച്ചു തന്നില്ല. എന്താണ് ഇവര് ചെയ്യാത്തതെന്നറിയില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ 247 കോടി രൂപയുടെ ജിയോ ബാഗ് ഈ ടെട്രോപോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു വെച്ചു പോസ്റ്ററിൽ. ആ പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഈ പറയണതൊന്നും നടപ്പാകണില്ല. ആൾക്കാർ വന്റെ പ്രതിഷേധമാണെന്ന്. ഈ വീട് വിട്ട് പോകേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അധികാരികൾ കണ്ണടയ്ക്കുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇത്തരം നമുക്ക് ഈ ജിയോ ബാഗുകളൊക്കെ തകർന്നു വീഴുന്ന എനിക്ക് പിന്നിലായി കാണാം. ഇത്രയും രൂക്ഷമായി കടൽ അകത്തേക്ക് വരുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, 3 വയസ്സുകാരനാണ് ഈ വീട്ടിനുള്ളിൽ താമസിക്കുന്നത്. അങ്ങനെ അവർക്ക് ഈവൻ ഒന്ന് വാഷ്റൂമിൽ പോലും പോകാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഭക്ഷണം പാകം ചെയ്യണം. ഈ ഒരു വീട്ടിനുള്ളിൽ താമസിപ്പിക്കാൻ വേണ്ടുന്ന പ്രാഥമിക സൗകര്യങ്ങളൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ മണ്ണിലും ചെളിയിലും വെള്ളത്തിലുമായി ജീവിതം മുന്നോട്ട് നീക്കേണ്ടുന്ന അങ്ങേയറ്റം ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഈ കണ്ണമാലി നിവാസികൾ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.